മഹാനായ ഖുർറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ വഫാത്തിന്റെ സമയത്തെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട മകനതാ മതേ കൂറയിൽ ജനാസ വെച്ചുകൊണ്ട് അവിടുന്ന് ഒരു ഉപദേശം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. മഹാനായ ഖുർറത്തു സാദാത്ത് തങ്ങളുടെ ജനാസ ഇവിടെയുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട മകനതാ പ്രിയപ്പെട്ട മകനതാ മൈക്കെടുത്തുകൊണ്ടൊരു കാര്യം പറഞ്ഞു. വഫാത്തിന്റെ സമയം മഹാനായ ഖുർറത്തു സാദാത്ത് പറഞ്ഞ വാക്കെന്താണ്? അതേ എന്നതേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്നെ ക്ഷണിക്കുന്നുണ്ട്, എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് എന്നെ വിളിക്കുകയാണ്, എന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണത്! ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? ഔലിയാക്കളുടെ നേതാവല്ലേ, ഔലിയാക്കന്മാരുടെ പ്രസിഡന്റ് അല്ലേ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഔലിയാക്കന്മാരെ പ്രസിഡന്റാണ്. ഞാൻ ഉദാഹരണം പറയാം. ഈ വേദിക്കൊരു പ്രസിഡന്റ് ഉണ്ട്, അധ്യക്ഷരുണ്ട്. ആ അധ്യക്ഷരെ അനുമതി കിട്ടാതെ ഒരാളും വേദിയിലേക്ക് കയറരുത്, ഒരാളും ഇറങ്ങിപ്പോകരുത്. ആ വേദിയിൽ ആ മഹാന്മാർ ഇരിക്കുന്ന അധ്യക്ഷത ഇരിക്കുമ്പോ അവരുടെ അനുമതി പ്രകാരമേ പോകാവൂ, ഇറങ്ങാവൂ. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പ്രസിഡന്റായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മുരീദായ അവിടുത്തെ വിലായത്തിന്റെ പട്ടികയിൽപ്പെട്ട മഹാനാണെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുകയാണ്. ഖുർറത്തു സാദാത്ത് പറയുന്നു, പ്രസിഡന്റായ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണത്! മഹാനായ ഖുർറത്തു സാദാത്തിനെ ബദരീങ്ങൾ വിളിക്കുന്നു പറയാമായിരുന്നു, അത് മറ്റുള്ള മഹാന്മാർ വിളിക്കുന്നു പറയാമായിരുന്നു, താജുൽ ഉലമ വിളിച്ചു എന്ന് പറയാമായിരുന്നു. പക്ഷേ വഫാത്തിന്റെ സമയം അവിടെ നിന്ന് പറഞ്ഞ വാക്കെന്താണ്? മുഹയ്യിദ്ദീൻ ശൈഖ് വിളിക്കുന്നു എന്നാണ്. എന്നാൽ എനിക്ക് ഒന്നും കൂടി എന്റെ മനസ്സിൽ മഹാനവറുകളോട് മഹബത്ത് കൂടി പോയി.